ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിക്രത്തിൻ്റെ അടുത്ത് വേദ പറയുന്നുണ്ട്, ഇനി ഇവിടെ കിടന്ന് പാട്ട് പാടി യേശുദാസ് ആവാനൊന്നും നിങ്ങൾ ശ്രമിക്കണ്ട. ഇനി അങ്ങനെയൊക്കെ ഉണ്ടായാൽ ആളുകൾ ഇനി അന്വേഷിച്ച് വരുമെന്ന് പറയട്ടെ. വേദയുടെ തമാശ കേട്ട് വിക്രം വേദനെ തന്നെ നെഞ്ചോട് ചേർത്ത് കിടത്താണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ പുളിക്കനെ അന്വേഷിച്ച് ജോസഫും മനിയൻകുട്ടനും കൂടി നാഗർകോവിലേക്ക് പോവുകയാണ്. അങ്ങനെ പുളിക്കൻ താമസിക്കുന്ന സ്ഥലം കണ്ടെത്തുകയും പുളിക്കനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് അറിയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജോസഫ് പറയുന്നു, നീ ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്തതും ആര് നിന്നെ പ്രേരിപ്പിച്ചുകൊണ്ടാണ് നീ അത് വിക്രത്തിൻ്റെ തലയിലാക്കിയെന്നുള്ള സത്യങ്ങളെല്ലാം നീ വാസവൻ്റെ അടുത്ത് തുറന്നു പറയണം. വാസവൻ നിന്നെ രക്ഷിക്കും എന്നൊക്കെ ഇങ്ങനെ ജോസഫ് പറയാണ് കേട്ടോ. അവസാനം പുളിക്കൻ സമ്മതിച്ചു, എല്ലാ തെറ്റുകളും ഞാൻ ഏറ്റു പറയാം, എന്തിനാണ് ആര് പറഞ്ഞിട്ടാണെന്നുള്ളതൊക്കെ ഞാൻ പറയാമെന്ന് പുളിക്കൻ സമ്മതിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം കേട്ട് ജോണി നിൽക്കുന്നുണ്ട്. ജോണി അപ്പം തന്നെ ചന്ദ്രശേഖരനെ ശ്രീകാന്തിനെയും വിളിച്ചറിയിക്കുന്നുണ്ട്. ഇവരുടെ തൊട്ട് പുറകെ തന്നെ അവരും നാഗർകോവിലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജോണി വിളിച്ചിട്ട് പറയും, എല്ലാ സത്യങ്ങളും വാസവൻ്റെ അടുത്ത് തുറന്നു പറയാമെന്ന് ഇവർ സമ്മതിച്ചിട്ടുണ്ടെന്ന് ചന്ദ്രശേഖരൻ്റെയും ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഫോൺ വെച്ച് കഴിയുമ്പോൾ അച്ഛനും മോനും പറയും, എന്തായാലും എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നതിന് മുന്നേ അവരെ നമുക്ക് ഇല്ലാതെ ആക്കണം, അല്ലെങ്കിൽ നമ്മുടെ പിടിവള്ളി വിട്ടുപോകും, നമ്മൾക്ക് പണി കിട്ടുമെന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ ജോസഫും അനിയൻകുട്ടനും ജോണിയൊക്കെ മാറിയ സമയം കൊണ്ട് പുളിക്കൻ്റെ അടുത്തേക്ക് ഇവരെത്തുകയാണ് കേട്ടോ. ഈ സമയത്ത് ജോസഫ് വിളിച്ച് വിക്രത്തിനോട് പറയുന്നുണ്ട്, പുളിക്കൻ്റെ അടുത്ത് എല്ലാം സംസാരിച്ച് പുളിക്കൻ എല്ലാ സത്യങ്ങളും വാസവൻ്റെ അടുത്ത് തുറന്നു പറയാമെന്ന് പറഞ്ഞു എന്ന് പറയാണ്. അങ്ങനെ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം വിക്രം തോന്നുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം പറയാണ്, എൻ്റെ വനവാസം അവസാനിക്കാൻ പോവാണ്, ഞാൻ എന്തായാലും ഇനി പോവുകയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വേദയ്ക്ക് ഭയങ്കര വിഷമാവും കേട്ടോ. വേദ ഇങ്ങനെ തലകുനിച്ച് നിൽക്കുകയാണ്. തൻ്റെ അടുത്ത് നിന്ന് വിക്രം പോവുകയാണ്. തനിക്ക് വിക്രത്തിൻ്റെ കൂടെ അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റില്ല, ഇവരെന്തെങ്കിലും അച്ഛന് സംഭവിക്കുമോ എന്നൊരു പേടി നമ്മുടെ വേദയ്ക്കുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.